നമസ്കാരം. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്ര സമാപന സമ്മേളനത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസംഗം അണികളെ ആവേശം കൊള്ളിക്കുന്നതായിരുന്നു. എന്നാൽ അതിനു പിന്നാലെയുള്ള മറുപടികൾ പരസ്പരം ചെളിവാരിയെറിയുന്നതുമായിരുന്നു. വിദ്വേഷം പറയുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്, കാറിൽ കയറ്റിയാൽ പ്രശ്നമില്ലെന്നും ഇരട്ടത്താപ്പ് പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് അന്ന് വെള്ളാപ്പള്ളി ഉന്നം വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. കാരണം സതീശന്റെ ഈ പ്രസ്താവനയ്ക്ക് രൂക്ഷ വിമർശനമായിട്ടാണ് പിന്നീട് വെള്ളാപ്പള്ളി രംഗത്ത് വന്നത്. സതീശൻ ഈഴവ വിരോധിയാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടവ് നയമാണ് സ്വീകരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. സതീശന് വട്ടാണെന്നും ഊളംപാറ കഴിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുകയെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകി. പിന്നാലെ NSSന്റെ വിമർശനവും വാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇതൊരു പക്ഷേ സതീശൻ അത്തരമൊരു വിമർശനം നടത്തിയിരുന്നില്ല എങ്കിൽ ഒഴിവാക്കാമായിരുന്ന സാഹചര്യമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സതീശനെതിരെ സുകുമാരൻ നായരുടെ പരസ്യ പ്രതികരണം. NSS SNDP ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിക്കവെയാണ് പ്രതിപക്ഷ നേതാവിനെ സുകുമാരൻ നായർ കടന്നാക്രമിച്ചത്. സമുദായ സംഘടനകളുടെ തിണ്ണനിരങ്ങില്ലെന്ന് പറയുന്ന സതീശന് മറുപടിയായിട്ടാണ് സുകുമാരൻ നായർ രംഗത്ത് വന്നത്. NSS ആസ്ഥാനത്ത് 1.5 മണിക്കൂറോളം ചെലവഴിച്ചത് സുകുമാരൻ നായർ ചോദ്യം ചെയ്തു. ജ്ഞാനായ സഭയുടെ തിരുമേനിയെ കാണാൻ പോയതിനെയും അദ്ദേഹം പരാമർശിച്ചു. അയാൾ ഒരു നേതാവാണോ, പറഞ്ഞെടുത്ത് നിൽക്കേണ്ടേ എന്ന് സതീശനെ വിമർശിച്ച NSS ജനറൽ സെക്രട്ടറി സതീശൻ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതെന്നും തുറന്നടിച്ചു. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്നും സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ നയം പറയാൻ ആരാണ് സതീശനെ അധികാരപ്പെടുത്തിയതെന്ന് ചോദിച്ച സുകുമാരൻ നായർ പാർട്ടി പ്രസിഡന്റിനെ നോക്കൂത്തിയാക്കിയെന്നും ആരോപിച്ചു. സതീശനാണ് കോൺഗ്രസിന് ഈ ശത്രുക്കളെല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാ സമുദായങ്ങളെയും ആക്ഷേപിച്ചത് സതീശനാണെന്നും രമേശ് ചെന്നിത്തലയ്ക്കുള്ള യോഗ്യത കോൺഗ്രസിൽ മറ്റാർക്കുണ്ടെന്നും സുകുമാരൻ നായർ ചോദ്യമുയർത്തി. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടികിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. NSS SNDP ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെ താൻ പിന്തുണയ്ക്കുന്നതായി സുകുമാരൻ നായർ ആവർത്തിച്ചു. ഈഴവ നായർ ഐക്യം വെള്ളാപ്പള്ളിയാണ് ആഗ്രഹിച്ചതെന്നും ആ നിലപാട് ശരിയാണെന്ന് തനിക്ക് തോന്നിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഐക്യമെന്നും രാഷ്ട്രീയത്തിൽ സമദൂര നിലപാട് തുടരുമെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈഴവ നായർ ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സുകുമാരൻ നായർ തള്ളുകയും ചെയ്തു. സംവരണ പ്രശ്നത്തെ തുടർന്നാണ് മുൻപ് ഈ സമുദായങ്ങൾ അകന്നു നിന്നതെന്നും ഈ വിഷയത്തിൽ ലീഗ് ശക്തമായി നിലപാടെടുത്തിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞത്. ഐക്യത്തിൽ ലീഗ് വേണ്ടെന്നത് വെള്ളാപ്പള്ളിയുടെ നയമാണെന്നും അതിന്റെ കാരണം തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എല്ലാ സമുദായ നേതാക്കളെയും കാണുന്നയാളാണ് താനെന്നായിരുന്നു സതീശന്റെ മറുപടി. ഒരു സമുദായ നേതാവിനെ കാണില്ല എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ സമുദായ നേതാക്കളെല്ലാം വർഗീയ നേതാക്കളാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയ്ക്കെതിരെ പറയുന്നതും തമ്മിൽ ബന്ധമില്ല. ഞാൻ വിമർശനത്തിന് അതീതനല്ല. സിനഡിൽ പോയതിന് എന്താണ് കുഴപ്പം? ഞാൻ അവരുമായി സംസാരിച്ചു. ഞാൻ പെരുന്നയിലും പോയിട്ടുണ്ട്. കോൺഗ്രസിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം സുകുമാരൻ നായർക്കുണ്ട്. അവരൊക്കെ പ്രായമായ ആളുകളാണ്. ഞാൻ ആർക്കെതിരെ മോശമായി പറയില്ല. സുകുമാരൻ നായരും എനിക്കെതിരെ മോശമായ ഒരു വാക്കും ഉപയോഗിച്ചിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഭ്രാന്താണെന്ന് വരെ ചിലർ പറഞ്ഞു. കേരളം കണ്ട ലോക പന്നയാണെന്ന് വരെ പറഞ്ഞു. ഞാൻ നിസ്സാരക്കാരനല്ലെന്ന് മാധ്യമങ്ങൾക്കെങ്കിലും മനസ്സിലായല്ലോ. വിമർശനങ്ങളെ ആസ്വദിക്കുന്നുണ്ട്. വ്യക്തിപരമായി തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തും. വർഗീയതയ്ക്കെതിരാണ് കോൺഗ്രസ്. അതേ നിലപാടാണ് ഞാനും പറയുന്നത്. ലീഗിനും കോൺഗ്രസിനും ഒരേ നിലപാടാണ്. ലീഗിനെ വലിച്ചിഴയ്ക്കുന്നതിലൂടെ നേരിട്ടല്ലാതെ വർഗീയത പറയാൻ ശ്രമിക്കുകയാണ്. CPM കുറെ കാലം ലീഗിന് പിന്നാലെ നടന്നതല്ലേ? വർഗീയ പാർട്ടി അല്ലെന്നും പറഞ്ഞിട്ടില്ലേ? കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നതുപോലെ നിലപാട് മാറ്റി. ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF എന്നും മതേതര കേരളമാണ് UDFനൊപ്പമുള്ളതെന്നും സതീശൻ മറുപടി നൽകി.